നമസ്കാരം. ഗ്യാസ് സിലിണ്ടർ ഉപയോക്താക്കളാണ് നമ്മളെല്ലാവരും തന്നെ. ഇന്ത്യൻ, HP അല്ലെങ്കിൽ ഭാരത് ഇതിലേതെങ്കിലും ഒന്ന് നമ്മളുടെ വീടുകളിൽ കാണും. അപ്പോൾ ഏപ്രിൽ മാസം 1-ാം തീയതി ഇന്നു മുതൽ പുതിയ മാറ്റങ്ങൾ നിലവിൽ വന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണ് എന്ന് തീർച്ചയായിട്ടും വീഡിയോയിലൂടെ പറയാം. തീർച്ചയായിട്ടും എല്ലാവരും ഇത് അറിഞ്ഞിരിക്കുക. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സബ്സിഡിയുമായി ബന്ധപ്പെട്ടാണ്. ഗ്യാസ് സിലിണ്ടറുകൾക്ക് സ്ത്രീകൾക്ക് 300 രൂപ സബ്സിഡി ലഭിക്കുന്ന സ്കീം നിലവിലുണ്ടായിരുന്നു. പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന ഗാർഹിക ഗ്യാസ് കണക്ഷൻ. നിലവിൽ ആ ഗ്യാസ് കണക്ഷൻ എടുത്തിട്ടുള്ളവർക്ക് 9 സിലിണ്ടറുകൾ വരെ വീണ്ടും സബ്സിഡി നൽകുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. പദ്ധതി നിർത്തലാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യുന്ന PMUY ഗുണഭോക്താക്കളെല്ലാം ശ്രദ്ധിക്കുക. 300 രൂപ വീതം ഗ്യാസ് സിലിണ്ടറിൻ്റെ സബ്സിഡി റീഫിൽ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. ഇനി ഇത് മാത്രമല്ല, പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഓൺലൈൻ പോർട്ടൽ വഴി അപേക്ഷകൾ സമർപ്പിക്കാം. പക്ഷേ അത് പരിഗണിക്കണമെങ്കിൽ അല്പം താമസം നേരിട്ടേക്കും. നിലവിൽ ഇപ്പോഴും അപേക്ഷകൾ സ്വീകരിക്കുന്നുണ്ട് എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റ് ഗ്യാസ് കണക്ഷൻ നിലവിൽ ഉണ്ടായിരിക്കാൻ പാടില്ല. BPL AY റേഷൻ കാർഡിൽ പേരുള്ള സ്ത്രീ ഗുണഭോക്താക്കൾക്കായിരിക്കും ഇത്തരത്തിൽ ഗ്യാസ് സിലിണ്ടർ ഇഷ്യൂ ചെയ്യുന്നത്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഗ്യാസ് സിലിണ്ടറിൻ്റെ വിലയുമായി ബന്ധപ്പെട്ടാണ്. ഗാർഹിക ഗ്യാസ് സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. അതായത് 922 രൂപ അടിസ്ഥാന വില, അതോടൊപ്പം തന്നെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് 50 രൂപ വരെയൊക്കെ നമുക്ക് നഷ്ടമായേക്കാം. അപ്പോൾ അത് ഓരോ കിലോമീറ്റർ പരിധിയൊക്കെ അടിസ്ഥാനമാക്കിയാണ്. അതായത് ബന്ധപ്പെട്ട ഏജൻസിയിൽ നിന്നും 5 കിലോമീറ്റർ പരിധിക്കുള്ളിലാണെങ്കിൽ നമുക്ക് സൗജന്യ ഡെലിവറിയാണ്. അതായത് 922 തന്നെ. എന്നാൽ 5 കിലോമീറ്ററിനും 10 കിലോമീറ്ററിനും ഇടയ്ക്ക് മറ്റൊരു ചാർജ്, അതിനുശേഷം 10 മുതൽ 15 വരെ മറ്റൊരു ചാർജ്, 15 കിലോമീറ്ററിന് ശേഷമാണെങ്കിൽ മറ്റൊരു ചാർജ്. അപ്പോൾ ആ രീതിയിലാണ് ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈടാക്കുന്നത്. ഇനി അത് മാത്രമല്ല, മുൻപത്തെ സാഹചര്യമല്ല. ഗ്യാസ് സിലിണ്ടറുകൾക്ക് ക്ഷാമമുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്യാസ് സിലിണ്ടർ എത്തിക്കുന്ന സമയത്ത് അതിൻ്റെ അളവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് തൂക്കി മനസ്സിലാക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ ലീക്കേജോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ സിലിണ്ടറിനുണ്ടോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. സീലുകൾ പൊട്ടിപ്പോയിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യേണ്ടതുമാണ്. ഇനി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ കൃത്യമായിട്ട് ബന്ധപ്പെട്ട ഏജൻറ്റിനെ അല്ലെങ്കിൽ കൃത്യമായിട്ട് ഇത് വിതരണം ചെയ്യാൻ വരുന്ന ആളുകളെ തന്നെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ അറിയിക്കണം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഗാർഹിക ഗ്യാസ് സിലിണ്ടറിൻ്റെ വിലയിലാണ് മാറ്റമില്ലാത്തത്. വാണിജ്യ സിലിണ്ടറുകൾക്ക് വില കൂട്ടി 195 രൂപ വീതമൊക്കെയാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. വലിയൊരു വർധനവ് തന്നെയാണ്. അതായത് നിലവിൽ വാണിജ്യ ഗ്യാസ് സിലിണ്ടറിന് 2100 രൂപയ്ക്ക് മുകളിലേക്ക് എത്തും. അങ്ങനെ വരുമ്പോൾ പല സാധന സാമഗ്രികൾക്കും അടിസ്ഥാന വിലയിൽ മാറ്റങ്ങളുണ്ടാകും. നിലവിലുള്ള വിലയിൽ ഉൾപ്പെടെ മാറ്റങ്ങളുണ്ടാകും. ഹോട്ടൽ ഭക്ഷണത്തിന് വില കൂടുമെന്നൊക്കെയുള്ള റിപ്പോർട്ടുകളാണ് ഈ സമയത്ത് വരുന്നത്. ഇത് കാര്യമായിട്ട് മറ്റുള്ള മേഖലയും ബാധിക്കും. നിലവിലൊരു വില വർധനവിന് കളമൊരുങ്ങുന്നതായിട്ടാണ് ഏറ്റവും പുതിയ വിവരം. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ വീടുകളുടെ അല്ലെങ്കിൽ നമ്മളുടെ പരിസരത്ത് പ്രദേശത്ത് പൈപ്ഡ് നാച്ചുറൽ ഗ്യാസിൻ്റെ കണക്ഷൻ പോകുന്നുണ്ടെങ്കിൽ അത്തരം ഗ്യാസ് കണക്ഷൻ എത്രയും വേഗം നിങ്ങൾ എടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം. കേന്ദ്ര സർക്കാർ നിർദ്ദേശം വന്നിട്ടുള്ളത്, നമ്മളുടെ പ്രദേശങ്ങളിൽ പൈപ്ഡ് നാച്ചുറൽ ഗ്യാസ് പോകുന്നുണ്ടെങ്കിൽ ആ പ്രദേശങ്ങളിലേക്ക് നിലവിലുള്ള ഗാർഹിക ഗ്യാസ് സിലിണ്ടറിൻ്റെ ഇഷ്യൂ അത് അളവ് കുറയ്ക്കണമെന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ നിർദ്ദേശം കൂടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ പിന്നീട് നമുക്ക് റീഫിൽ ചെയ്യാനായിട്ട് ബുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മുൻഗണന ലഭിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ PNG ഗ്യാസ് സിലിണ്ടറുകൾ നമ്മുടെ പ്രദേശത്തൂടെ പോകുന്നുണ്ടെങ്കിൽ അത്തരം ഗ്യാസ് കണക്ഷൻ എടുക്കുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതുമാണ്. ഇനി ഏറ്റവും ഒടുവിലായിട്ട് ഗ്യാസ് കണക്ഷൻ്റെ ബുക്ക് ചെയ്യുന്ന ഇടവേളകളിൽ മാറ്റമില്ല. നഗരപ്രദേശങ്ങളിലൊക്കെ ആണെങ്കിൽ 35 ദിവസം വരെ, ഇനി ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ആണെങ്കിൽ 45 ദിവസത്തെ ഇടവേളയാണുള്ളത്. ഇനി 45 ദിവസത്തിനുള്ളിൽ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ കൃത്യമായിട്ടും നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കാതെ വരികയും പിന്നീട് ഒരു SMS അലേർട്ട് നമ്മളുടെ ഫോണിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. എത്ര ദിവസം കഴിഞ്ഞാണ് ബുക്ക് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആ അറിയിപ്പിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ. ഇതുപോലെ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.